Okay, and now you can mark your attendance. എന്താണോ ഷഹ്മ, വിശക്കുന്നുണ്ടോ? ഭക്ഷണം വെള്ളമൊക്കെ ഇപ്പൊ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളോ? വിശക്കുന്നുണ്ടോ? ഏഞ്ചല്, പേരിന്റെ മുമ്പിലും താഴെ നിന്ന് ഹാർട്ടൊന്നും വേണ്ട കേട്ടോ. മിസ്സിന് ഒന്നാമത് ഒരു ഹാർട്ട് ഉണ്ട് കേട്ടോ. കൂടുതൽ ഹാർട്ടൊന്നും ആരും അയക്കല്ലേ. ഷഹ്മയോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഷഹ്മാവി ഡോണ്ട് റൈറ്റ് എനിത്തിങ് വിത്ത് യുവർ നെയിം. എനിക്ക് നിങ്ങളുടെ പേര് തന്നെയാണ് ഇഷ്ടം, മുമ്പിലും പുറകിലും ഒന്നും വേണ്ട കേട്ടോ. ഷഹ്മ കെ ആണ്, ഒരു 10-20 അടിച്ചു കൊടുക്കും. Yes, can you hear me? Can you hear me? Yes. Okay, good. No, ഫസ്റ്റ് ചാപ്റ്ററിന് നോട്ട് സബ്മിറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ നോട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അതുപോലെ നെക്സ്റ്റ് മൺഡേ മുതൽ നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ നോട്ട് കംപ്ലീറ്റ്. ഇതാരാണ്? പ്രസന്റ് മാം റേസ് ആരാണ്? റീലു, എന്ത് പറ്റി? What happened, റീലു? ജോയൽ ജോസഫ് ഒരു പ്രാവശ്യം മാത്രം പ്രസന്റ് അടിച്ചാൽ മതി. 2 ജോയൽ ജോസഫ് ഉണ്ടോ? ഒരു 1.5 വർഷമായില്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? എന്തിനു പിന്നെ മിസ്റ്റേക്ക് ആവർത്തിക്കുന്നത്? ഒരു തവണ മാത്രം റെക്കോർഡിംഗ് സ്റ്റാർട്ട് ചെയ്ത ശേഷം ഒരു തവണ മാത്രം അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ, ലെറ്റ് us continue. ഫസ്റ്റ് ചാപ്റ്ററിന് നോട്ട് സബ്മിറ്റ് ചെയ്യാത്തവർ ഇന്ന് തന്നെ നോട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം കേട്ടോ. ഷഹ്മാക്കെ പലരും ഞാൻ വിളിക്കും നോട്ട് സബ്മിറ്റ് ചെയ്യാത്തവരുടെ. കൃത്യമായിട്ട് നോട്ട് സബ്മിറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് തന്നെ അറിയാം എത്ര പേര് നോട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത്. ഓക്കെ, മൺഡേ മുതൽ മിസ് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ റൈറ്റ് ക്ലോസ് ടു വിയർ അല്ലേ? അത് തന്നെയല്ലേ പാഠം? യെസ് ഓർ നോ? യെസ് ഓർ നോ മക്കളെ? യെസ്. ദെൻ എന്താണ് അലൻ മാത്യു ദിലീപിന്? ഓക്കെ, എടുക്കാം. Collect pieces of 3 different kinds of fabrics, observe them and fill them in the blanks. First one, A. How does it feel? Does it stretch? And how can you see through it? Adine ningal select cheyidittu. That's work for you. Okay. Samuel, turn on your video. Siddharth Krishna, yes, endu patti? Siddharth, where are you? What's your problem? Siddharth, endu patti? Unmute ചെയ്യണോ? അൺമ്യൂട്ട് ചെയ്തേ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ. Yes, I can't hear you properly. പറഞ്ഞേ. ഫസ്റ്റ് ചാപ്റ്ററിന്റെ വർക്കുകൾ പറഞ്ഞോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ എല്ലാ ഇതും ചെയ്തു കഴിഞ്ഞല്ലോ. നമ്മൾ ഇനിയുണ്ടോ? ഡു ആൻഡ് ലേണോ? അതാണ് മോൻ ഉദ്ദേശിക്കുന്നേ? പിന്നെന്താണ് വേണം? മാച്ച് ദ ഫോളോയിങ് ചെയ്തില്ലേ? മിസ്സിന്റെ PDF അയച്ചു തന്നതിനകത്തുണ്ടല്ലോ അത്. ഇല്ലേ? ഉണ്ട്. ഓക്കെ, AB എന്ന് പറഞ്ഞിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഉണ്ട് കേട്ടോ. ഒന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഓക്കെ, then second lesson, the right clothes to wear. Long ago, when humans lived in caves, they used animal skin, leaves and barks of trees to cover themselves. Gradually, they learned the art of weaving and stitching clothes. These days, we wear different type of clothes. We need clothes all the time.
clothes for home, clothes for school, clothes for play, clothes for party, and clothes for sleeping in. We need clothes for different seasons. Clothes are important to us as a house. Okay. Then in this chapter, we are going to learn about different types of clothes and its use and the time for its use. Okay. Then in this first paragraph, look, long ago when humans lived in caves, they used animal skin, leaves and the bark of trees to cover themselves. Do you know that? അറിയാൻ പറ്റും, നിങ്ങൾക്കറിയാമോ? നിങ്ങൾ ഇഷ്ടംപോലെ പിക്ചറിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? എന്താണ്, വളരെ മുമ്പ് കാലത്ത് നമ്മളെ പോലെ ഇങ്ങനെ വെൽ സെറ്റിൽഡ് ഒന്നും ആയിരുന്നില്ല അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് മനുഷ്യന്മാർ ഗുഹയ്ക്കുള്ളിലും പിന്നെ ട്രീസ് എല്ലാത്തിനും കേവ്സിനുള്ളിലാണ് അവര് അഭയം തേടിയിരുന്നത്. അവര് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മൃഗങ്ങളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒക്കെ അവര് ദേ യൂസ്ഡ് കേവ്സ് ഫോർ സ്ലീപ്പിംഗ് ഓർ ദേ യൂസ്ഡ് കേവ്സ് as their home. സിദ്ധാർത്ഥ കൃഷ്ണയ്ക്ക് എന്താ പ്രശ്നം? What happened? Turn on your video. Class disturbance ആവുന്ന മോനെ, എന്താ കാര്യം? അൺമ്യൂട്ട് ചെയ്ത് മോനെ. ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട്. വീഡിയോ ഓഫ് ആവുന്ന ആണോ? ഓക്കെ, ഗുഡ്. ആണെങ്കിൽ പ്രസന്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഓൺ ചെയ്യാം കേട്ടോ. Okay, then they use animal skin. Animal skin, മൃഗങ്ങളുടെ തോലാണ് അവരന്ന് എന്താണ് ഉപയോഗിക്കുന്നത്? They use animal skin to protect themselves from insects and many other problems. Okay, from heat or sun. And leaves and the bark of trees. And the barks of trees means മരത്തിന്റെ ഒക്കെ പാളികളില്ലേ, ബാർക്ക്, തോലെന്ന് പറയുന്നേ, ചെറിയ മരത്തിന് അങ്ങനെയുള്ള സാധനങ്ങളെ കൂട്ടി തുന്നി വെച്ചിട്ടാണ് അവര് വസ്ത്രം ഉണ്ടാക്കിയിരുന്നത്. Their main motivation for wearing this type of leaves in order to save themselves from insects and other injuries. Okay. So, gradually they learned the art of weaving and stitching clothes. Gradually means slowly they learned the art of weaving and stitching clothes. നൂല് നെയ്തെടുക്കാനും അത് തയ്ച്ചെടുക്കാനും ഉള്ള ടെക്നിക്ക് അവർ പിടിച്ചെടുത്തു. ആദ്യമേ അവർക്ക് ഇതൊന്നും അറിയില്ല, തയ്യൽ മെഷീൻ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല അല്ലെ മക്കളെ? തയ്യൽ മെഷീൻ ഒന്നും ഇല്ലെങ്കിലും തയ്ക്കുന്ന പക്ഷിയുണ്ട്. അറിയാമോ? തയ്യൽ മെഷീൻ ഒന്നുമില്ല എങ്കിൽ കൂടിയും തയ്ക്കുന്ന പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേര് തന്നെ ടൈലർ ബേർഡ് എന്നാണ്. അത് അതിന്റെ സ്മോൾ ബീക്ക് കൊണ്ട്, ഒരു കുഞ്ഞി പക്ഷിയാണ്, സ്മോൾ ബീക്ക് കൊണ്ട് 2 ലീവ്സിനെ തുന്നിയെടുക്കും. നമ്മൾ സൂചിയും നൂലും നീഡിൽ ആൻഡ് ത്രെഡ് ഉപയോഗിച്ച് അത് ടൈലറിങ് ചെയ്തതുപോലെ തന്നെ അവര് ഈ ലീവ്സിന് ഹോൾസ് ഉണ്ടാക്കി അത് കൂട്ടിക്കെട്ടി അവർ ചെയ്യും. അപ്പൊ നമ്മൾ മാത്രമല്ല ടൈലറിങ് അറിയാവുന്നത്, ഒരു പക്ഷേ മനുഷ്യന്മാർ അതിൽ നിന്ന് കണ്ടിട്ടാണോ ഇനിയിപ്പോ ടൈലറിങ് പഠിച്ചു എന്ന് അറിയാൻ പറ്റില്ല അല്ലേ? കാരണം പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം. നമുക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും പ്രകൃതിയിലോട്ട് നോക്കിയാൽ മതി, നമുക്ക് പറഞ്ഞു തരും എന്താണെന്ന്. ഓക്കെ, നമ്മള് വിമാനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ഒക്കെ എന്താണ്? ഫിഷ്, ബേർഡ്സിനെ അല്ലേ, ബേർഡ്സിന്റെ ഷേപ്പല്ലേ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഏത് കാര്യത്തിനും നമുക്ക് മോട്ടിവേഷൻ നേച്ചറിൽ നിന്ന് കിട്ടും. സോ first time when they lived in caves, they used animal skin, leaves and barks of trees to cover themselves. Gradually they learned the art of weaving and stitching clothes. These days we wear different type of clothes. ഇന്ന് ഫാഷൻ ആയി മാറി അല്ലേ? ഇന്ന് നമ്മളുടെ സാമ്പത്തിക ആസ്തി കാണിക്കാനുള്ള ഒരു മാതൃകയാണല്ലോ നമ്മളുടെ ഡ്രസ്സ് അല്ലേ? അല്ലാതെ നമ്മുടെ ബോഡിയെ ഹീറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും എന്താണ് കൂളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ഇൻസെക്റ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനും ഉള്ള ഉദ്ദേശം മാത്രമല്ല നമ്മുടെ ഉള്ളത്. ഇത് ഇന്ന് നൗ ഇറ്റ് ഈസ് ഷോയിങ് ആണ് അല്ലേ? നമുക്ക് ഫാഷൻ പരേഡ് ആണ് അല്ലെ? നമ്മളിപ്പോ കാണാം, നമ്മൾ എങ്ങോട്ട് ഇറങ്ങിയാലും അല്ലെ, എന്തെല്ലാം തരത്തിലുള്ള മോഡൽസ്, പ്രത്യേകിച്ച് ഗേൾസിന്, ബോയ്സിനും കുഴപ്പമൊന്നും ഉണ്ട് കേട്ടോ, എന്നാലും ഗേൾസിനാണ് ഈ കൂട്ടത്തിൽ ഏതെല്ലാം തരത്തിലുള്ള ഫാഷൻ ആണല്ലേ? What are the main uses of this clothes, or why we need wear clothes? Look here.
We need clothes all the time. എപ്പോഴൊക്കെയാണ്? Clothes for home, clothes for school, clothes for play, clothes for a party, and clothes for sleeping in. കണ്ടോ? ഡ്രസ്സുകൾ പലതരത്തിലുണ്ട്. മുഹമ്മദ് കേസ് turn on വീഡിയോ. മുഹമ്മദ്, Muhammad, can you hear me? Can you hear me, Muhammad? Okay, then call me after this class. Okay, ഈ ക്ലാസ്സിന് ശേഷം നീ എന്നെ വിളിക്കണം. നിനക്ക് അറിയാമായിരിക്കുമല്ലോ എന്താ കാര്യമെന്ന്. ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ മിസ്സിനെ വിളിക്കാം. Okay, then clothes for home, clothes for school, clothes for play, clothes for a party, and clothes for sleeping in. അല്ലേ? അപ്പോൾ നമ്മൾക്ക് വീട്ടിനുള്ളിലാകുമ്പോൾ ഒരു ഡ്രസ്സ് മതി അല്ലേ? ആ ഡ്രസ്സ് ഇട്ട് നമ്മൾ സ്കൂളിൽ പോകുമോ? സ്കൂളിൽ there is uniform അല്ലേ? സ്കൂളിൽ നമുക്ക് യൂണിഫോം ഉണ്ട്, എല്ലാവർക്കും ഒരുപോലത്തെ ഉള്ള ഡ്രസ്സ് ഉണ്ട്. Then clothes for play, കളിക്കാൻ വീട്ടിലിരുന്ന ഡ്രസ്സ് കൊണ്ട് കളിക്കാൻ പോകാൻ പറ്റുമോ? നമ്മളിവിടെ പിന്നെ കളിക്കാൻ പോകും അല്ലേ? പക്ഷെ അതിന് പറ്റിയ സൂട്ടൊക്കെ ഉണ്ട്, പിന്നെ പ്ലേ സൂട്ടുണ്ട്. എല്ലാ കളികൾക്കും നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മുടെ വീട്ടിലെ ഡ്രസ്സ് തന്നെ പോയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോയി കളിക്കും അല്ലേ? പക്ഷെ അല്ല, അതിനുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഇഞ്ചുറി ഒക്കെ പറ്റുന്നതൊക്കെ വളരെ കുറവ്. ഇഞ്ചുറി ഡസ്റ്റും ഒക്കെ നമ്മുടെ മേത്ത് പറ്റിപ്പിടിക്കുന്ന വളരെ കുറവും. അതിനനുസരിച്ചുള്ള കോട്ടുണ്ട്, ഡ്രസ്സസ് ഉണ്ട്. Then clothes for a party, clothes for a പാർട്ടിക്ക്. കാരണം നമ്മൾ ഇവിടെ വേണ്ടി ഉദ്ദേശിക്കുന്നത് കല്യാണങ്ങൾക്ക് പോവുക, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ചടങ്ങിന് പോവുക അല്ലെ? ഏറ്റവും കൂടുതൽ സുന്ദരക്കുട്ടപ്പാനായിട്ട് പോകുന്നത് അല്ലെ? എന്തൊരു മേക്കപ്പ് ആയിരിക്കും അല്ലെ? മാച്ചിങ് ഡ്രസ്സും അതിനുള്ള അല്ലെ അക്സസറീസ് എല്ലാം ഇട്ടിട്ട് എന്തൊരു അല്ലെ മേക്കപ്പ്. എത്ര നേരം മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ടാണ് പാർട്ടിക്ക് പോകുന്നത് അല്ലെ? കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ പുതിയ ഡ്രസ്സ് തന്നെ വേണം അല്ലെ? പേജ് നമ്പർ 168, 168. ക്ലിയർ? ഓക്കെ. ആൻഡ് ഫോർ സ്ലീപ്പിംഗ് ഇൻ, ഉറങ്ങാനും ഡ്രസ്സ് വേണമെന്ന്. നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ടോ? നമ്മളുടെ കഷ്ടത്തിൽ അങ്ങനെ ഇല്ല അല്ലെ? പക്ഷെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ എത്ര വൈകുന്നേരം കുളിച്ചതെങ്കിൽ പോലും കിടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഡ്രസ്സ് മാറി, കാലും കൈയെല്ലാം കഴുകി വൃത്തിയാക്കി ഡ്രസ്സ് മാറി മുടിയെല്ലാം കെട്ടിച്ച് അതിന്റെ സ്ലീപ്പിംഗ് ഡ്രസ്സിന് മാത്രമേ നമ്മൾ ഉറങ്ങാൻ പാടുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ അമ്മമാരൊക്കെ ഉപയോഗിക്കുന്ന നൈറ്റി എന്നൊരു സാധനം ഉണ്ടല്ലോ, നൈറ്റിൽ ഉപയോഗിക്കുന്ന സാധനം നൈറ്റി. അതിന് നമ്മളെല്ലാവരും ഇപ്പൊ വീട്ടിലും പിന്നെ പകൽ സമയത്ത് പോയില്ലേ? കാരണം നമ്മുടെ രാത്രിയിൽ ഉപയോഗിക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കെട്ടുകളൊന്നും ഉണ്ടാവാനുള്ള ഡ്രസ്സാവാക്കാൻ പാടില്ല. അങ്ങനെ കെട്ടുകളൊക്കെ ഉള്ള ഡ്രസ്സാകുമ്പോൾ നമ്മുടെ ബോഡിയിലെ ബ്ലഡ് സർക്കുലേഷൻ അത് എഫക്ട് ചെയ്യും. അതുപോലെ നല്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള നല്ല ലൈറ്റ്, മിക്കവാറും ലൈറ്റ് കളർ, വെള്ള കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ ഒക്കെയാണ് നമ്മൾ ഉറങ്ങാൻ പോകേണ്ടത്. പകലും നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് കുളിച്ചിട്ട് ഇട്ട ഡ്രസ്സായാലും ആ ഡ്രസ്സ് ഉപയോഗിച്ച് നമ്മൾ കിടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മുഖമൊക്കെ ഈ ഡ്രസ്സേ വന്ന് മുട്ടും അല്ലേ? കൈ ഇങ്ങനെ വെച്ചിട്ടൊക്കെ അല്ലേ കിടക്കുക. അപ്പോൾ നമ്മൾ പകൽ ഉപയോഗിച്ച ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രസ്സിൽ പറ്റിയിരിക്കുന്ന ഡേർട്ടൊക്കെ നമ്മുടെ ലങ്സിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ സമയം എന്തായാലും രാത്രിക്ക് ഉപയോഗിക്കുന്ന ഡ്രസ്സ് രാത്രി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രാവിലെ എണീറ്റ് അതിനെ മാറുകയും ചെയ്യണം. നൈറ്റ് ഡ്രസ്സ് തന്നെയുണ്ട്, നമ്മൾക്ക് അങ്ങനെ ഒരു ശീലം വളരെ കുറവാണ്. ഓക്കെ, ഓരോരുത്തരായിട്ട് വീഡിയോ പോകുന്നുണ്ടല്ലോ, എന്ത് പറ്റി? We need clothes for different seasons. Clothes are important to us a house. കണ്ടോ, we need clothes for different seasons. അതും നമുക്ക് അത്ര വലിയ പ്രശ്നമില്ല. നമ്മൾ ചൂടുകാലത്തും തണുപ്പ് കാലത്തും ഒക്കെ ഏകദേശം ഒരേ ഡ്രസ്സ് തന്നെ ഇടുന്നല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫാഷനും കളർഫുള്ളും മാച്ചിങ്ങാണ് നമ്മൾ നോക്കുന്നത്. പക്ഷെ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഡ്രസ്സേ അവർക്ക് ധരിക്കാൻ പറ്റുള്ളൂ. കാരണം എക്സ്ട്രീം തണുപ്പ് വരുമ്പോൾ ജനുവരി, ഡിസംബർ, ജനുവരി, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലൊക്കെ എക്സ്ട്രീം തണുപ്പായിരിക്കും. അപ്പൊ നമ്മുടെ കൈയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഈ ഭിത്തിയിലൊക്കെ തൊട്ട് നോക്കിയാൽ തന്നെ നമുക്ക് വേദന വരും. നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി കവർ ചെയ്തിട്ടില്ലെങ്കിൽ, ഫിംഗർ ഒന്നും കവർ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഞാവൽപ്പഴം കണ്ടിട്ടുണ്ടോ? മുന്തിരി, ബ്ലാക്ക് മുന്തിരി കണ്ടിട്ടുണ്ടോ? അതുപോലെയുള്ള സ്കിന്നിന്റെ എല്ലാം കളർ മറക്കി തണുപ്പ് വരും. അപ്പൊ നമ്മൾക്ക് മിസ് ഒരു 8 വർഷം അവിടെ ഉള്ളതുകൊണ്ട് മിസ്സിന് ശരിക്കും അതിനെ കുറിച്ച് അറിയാം. മിസ് നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അതാണ്. അപ്പോൾ നമ്മൾക്ക് വീടിനുള്ളിൽ പോലും ഷൂവും സോക്സും ഗ്ലൗസും എല്ലാം ഇട്ടിട്ടാണ്, തലയിലൊക്കെ മങ്കി ക്യാപ്പിൽ അതുപോലെ സ്കാർഫൊക്കെ കെട്ടി ഗ്ലൗസും ഒക്കെ ഇട്ട് ഷൂവും സോക്സും ഒക്കെ ഇട്ട് തന്നെയാണ് പിന്നെ നമ്മളെ വീടിനുള്ളിൽ പോലും നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
ഓക്കെ, അപ്പൊ സ്കൂളിൽ പോകുന്ന കുട്ടികളെ ആദ്യമേ തന്നെ നമ്മുടെ യൂണിഫോം ഉണ്ടാവും, സ്പെഷ്യൽ യൂണിഫോം ഉണ്ടാവും. അതിന്റെ ഉള്ളിലെ തണുപ്പിന് ശേഷം ചൂട് ഉടുപ്പിടിക്കും. അതിനുശേഷം യൂണിഫോം ഇടും. യൂണിഫോമിന്റെ മേലെ തന്നെ അത് ഫുൾ കൈയൊക്കെ ആയിരിക്കും. അതിന്റെ മേലെ തന്നെ യൂണിഫോമിന്റെ കംപ്ലീറ്റ് കോട്ട് ഉണ്ടാവും. അതിന്റെ തന്നെ മങ്കി ക്യാപ്പ് ടൈപ്പ് ക്യാപ്പ് ഉണ്ടാവും. വെൽ കവർഡ് ആയിരിക്കും അവരുടെ. കാരണം അത്ര മാത്രമേ തണുപ്പ് കാലത്ത് ജീവിക്കാൻ പറ്റൂ. എക്സ്ട്രീം വിന്റർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. നമ്മുടെ കോട്ടും ടൈയും ഒന്നും അന്നേരം ഉണ്ടാവില്ല. തണുപ്പ് കാലത്ത് മാത്രമാണ് കോട്ടും ടൈയും ഒക്കെ. ജസ്റ്റ് ഓപ്പോസിറ്റ് സിമ്പിൾ ഡ്രസ്സാണ് ഉപയോഗിക്കുക. ഏകദേശം ആ സമയം അത് കഴിഞ്ഞിട്ട് അത് കഴിയുവാണെങ്കിൽ പെട്ടി വെക്കും. അടുത്ത കാലാവസ്ഥ വരുമ്പോൾ അതെടുക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എന്താണ് ഷൂ ഒക്കെ ഉപയോഗിക്കും കുറച്ച് നാളത്തെ മഴക്കാലത്ത്. അല്ലാത്ത സമയത്ത് നമ്മുടെ ഡ്രസ്സിനൊന്നും കാര്യമായ മാറ്റം വരുന്നില്ലല്ലോ. കാരണം നമ്മുടെ അങ്ങനെ എക്സ്ട്രീം ഒരു സിറ്റുവേഷൻ വരുന്നില്ല. മഴ മാത്രമേ നമുക്ക് അത്തരം എക്സ്ട്രീം സിറ്റുവേഷനിലേക്ക് വരുന്നുള്ളൂ. അതുകൊണ്ടാണ്. ഇനി ക്ലോസ് ആർ ആസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ് ആസ് എ ഹൗസ്. ഒരു വീട് എന്നതുപോലെ തന്നെ ഹൗസ് നമ്മൾക്ക് വളരെയധികം പ്രയോജനമുണ്ട്. ഒരു വീടില്ലാത്ത അവസ്ഥയെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? ഇതുപോലെ തന്നെ ആണ് പിന്നെ ഇത് ഓക്കെ, ഇതുപോലെ തന്നെയാണ് ഒരു ഡ്രസ് ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഓട്ടെ, ഡ്രസ് ഇല്ലാത്ത അവസ്ഥയല്ല. കുറച്ച് ഭംഗി കുറഞ്ഞ ഡ്രസ് ഇട്ടിട്ട് എവിടെ ഒന്ന് ഇറങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സാമുവൽ, അലൻ, എല്ലാവരും വീഡിയോ ഓൺ ചെയ്തേ. ഈ സാംസൺ എന്ന വേവ് എന്നൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്. ചാറ്റ് ബോക്സിൽ വേണ്ടാത്ത പണികളൊന്നും കാണിക്കല്ലേ. ഇങ്ങനെ ഈ വേവ് എന്നൊക്കെ അടിച്ചു വെച്ചിരിക്കുന്നത്. പല പ്രാവശ്യം ഞാൻ കുട്ടിയോട് വാണിംഗ്, ഒരാളോട് വാണിംഗ് തരുന്നത് എല്ലാവർക്കും വേണ്ടി വാണിംഗ് ആണ് കേട്ടോ. ചാറ്റ് ബോക്സിൽ കയറി വേണ്ടാത്ത പണി ഒന്നും കാണിക്കണ്ട. ഓക്കെ, why do we need clothes? Why do we need clothes? First one is why do we need what are different when the time we wear dress. Okay, next, why do we need clothes? Good clothes make us look smart. അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലേ ആവണി, അല്ലേ സഫ? ഗുഡ് ക്ലോത്ത് മേക്ക് us look smart. സുന്ദരന്മാരും സുന്ദരികളും ആക്കും അല്ലെ നമ്മളെ. നമ്മുടെ വസ്ത്രധാരണം നമ്മളെ സ്മാർട്ട് ആക്കും. ഡള്ളായി വസ്ത്രം ധരിച്ചാൽ, കാണാൻ നല്ല സ്മാർട്ടൊക്കെ ആണെങ്കിലും ഡള്ളായി വസ്ത്രം ധരിച്ചാൽ നമുക്ക് ഒരു ഇംപ്രഷൻ വരില്ല. ആ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന കോസ്റ്റ്ലി അല്ല കേട്ടോ. ഒരിക്കലും കോസ്റ്റ്ലി ഡ്രസ്സും ഫാഷനബിൾ ഡ്രസ്സും അല്ല. ഓരോരുത്തരുടെ ശരീരത്തിന് ചെയ്യുന്ന ഡ്രസ്സ് ധരിക്കുക. ഓരോരുത്തരും ചേരുന്ന ഡ്രസ്സ്. മറ്റൊരാൾക്ക് ചേർന്ന മോഡൽ നമുക്ക് ചേരണമെന്നില്ല. ഓക്കെ, സോ അവനവന്റെ ബോഡിക്ക് ചേരുന്ന ഷേപ്പ് മാത്രമുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യണം. ഗുഡ് ക്ലോത്ത്സ് മേക്ക് us look smart. They protect our body from dust, heat, cold, rain and insect bites. Kando? They protect what? Clothes. Clothes protect our body from dust, heat, cold, rain and insect bite. If we wear same dress for many hours, it become dirty. Okay, if we wear same dress for many hours, it become dirty. Dust settles on it. If we do not wear clothes, the dirt could stick to our body. കണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്തുകൊണ്ടാണ്? ആവണി മോളെവിടെ ശ്രദ്ധിച്ചേ? ടോഷിൻ, എനിക്ക് ടോഷിനെ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും മോനെ നല്ല മോനാണല്ലോ. നേരെ ഇരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡ്രസ്സ് കുറെ മണിക്കൂറുകൾ ഒരുപോലെ ഉപയോഗിച്ചാൽ എന്ത് പറ്റും? ഇറ്റ് ബിക്കം ഡേർട്ടി. നമ്മുടെ ഡ്രസ്സ് ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ ഡേർട്ട് ആയിട്ടുണ്ടാവില്ല, പക്ഷെ അത് ഡേർട്ട് തന്നെയാണ്. കാരണം ഈ നമ്മൾ കാണുന്ന നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ മൊത്തം ഡേർട്ടും ഡസ്റ്റും ജേംസും എല്ലാം ഉണ്ട്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പുറമെ എത്ര മനോഹരമായ സ്റ്റിച്ചിങ്ങും എത്ര കളർഫുൾ ആണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഡസ്റ്റും ജേംസും എല്ലാം നമ്മുടെ ഡ്രസ്സിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം, വാഷ് ചെയ്യണം. ഓക്കെ, വാഷ് ചെയ്തിട്ട് മാത്രമേ ഡ്രസ്സ്. ഞാൻ എന്റെ ഡ്രസ്സ് ചെളിയൊന്നും പറ്റിട്ട് ഇത് മാറണ്ട, ഞാൻ ഇതുകൊണ്ട് കിടന്നോളാം എന്ന് പറയാം അല്ലേ? ഞാൻ കളിച്ചിട്ട് വന്നത് 4 മണിക്കാ കുളിച്ചത്, എന്നിട്ട് ഇപ്പം ഡ്രസ്സ് മാറിയതേ ഉള്ളൂ, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇത് ഉപയോഗിച്ചോളാം. പക്ഷെ അല്ല, അത് അറിവില്ലാത്തവർ പറയുന്ന കാര്യമാണ് കേട്ടോ. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ല എങ്കിലും if we cannot see any dirt in our dress, it is
എന്താണ് ഡേർട്ടി, അതെന്തായാലും ഡേർട്ടി തന്നെ ആയിരിക്കും. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള അണുക്കളും പൊടിയും ഒരു കാറ്റെങ്ങാനും ഒന്ന് വന്നാൽ മതി, എത്രമാത്രം പൊടിപടലങ്ങൾ പൊങ്ങിപ്പടലും അല്ലേ, അത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ കാണാൻ പറ്റാത്തത് ഇതിന്റെ ഇരട്ടിയാണ്. നമുക്ക് കാണാൻ പറ്റുന്ന ഡേർട്ടിനേക്കാളും ഇരട്ടിയാണ് കാണാൻ പറ്റാത്ത ഡേർട്സുകൾ. അത് നമ്മുടെ എന്തായാലും നമ്മുടെ ഡ്രസ്സിനെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. ക്ലോത്ത് പ്രൊട്ടക്ട് us ഫ്രം ഡസ്റ്റ്. കണ്ടോ, ക്ലോത്ത് പ്രൊട്ടക്ട് us ഫ്രം ഡസ്റ്റ്, നമ്മളെ പൊടിപടലങ്ങളിൽ നിന്നും ഈ ക്ലോത്ത്. ഇപ്പം കണ്ടോ, മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങിയ ശേഷം നമ്മുടെ ഈ അലർജി ടൈപ്പ് രോഗങ്ങളൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. മക്കൾ അതറിയില്ലായിരിക്കും, നിങ്ങൾ അധികം ഹോസ്പിറ്റലൊന്നും പോയി ശീലമില്ലാത്തതായിരിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ തന്നെ ചോദിച്ചു നോക്കുക, ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെയധികം, കൊറോണയുടെ അല്ല, പിന്നെ രോഗികൾ കുറവാണ് കൊറോണ വന്നോണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാവരും മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ, അതുപോലെ സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ, പുറത്തു പോയി വന്നാൽ കുളിച്ചിട്ട് മാത്രം വീട്ടിൽ കയറുക, ഡ്രസ്സ് പുറത്ത് കൊണ്ടിട്ടിട്ട് അലക്കിയിടുക, ഇങ്ങനെ നല്ല നല്ല ശീലങ്ങളൊക്കെ നമുക്ക് വന്നില്ലേ. നമ്മൾ വില കൂടിയ കോസ്റ്റ്ലി ഡ്രസ്സൊക്കെ വാങ്ങി എന്ത് പറ്റും? അലക്കാൻ പറ്റത്തില്ല അല്ലെ, കൊണ്ടുപോയി പറിച്ചിട്ടിട്ട് വന്നിട്ട് അതുപോലെ പിന്നെ എടുത്തിട്ട് പോകും. അപ്പൊ എത്ര കോടാനുകൾ ക്രോസ് ആൻഡ് കോഴ്സ് ജേംസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഇപ്പൊ കൊറോണ വന്നപ്പോ ഒരു ഗുണം കിട്ടി, എന്താണ്? എല്ലാവരും പുറത്തു പോയി വന്ന ഉടനെ കുളിച്ചു കഴിഞ്ഞ ശേഷം വീട്ടിൽ കയറും, അതോ ഡ്രസ്സ് കൊണ്ട് അലക്കാനിടും, നമ്മുടെ ഫേസ് ഒക്കെ കവർ ചെയ്യും, അതുപോലെ ഹാൻഡ്സും നന്നായി നമ്മൾ സാനിറ്റൈസ് ചെയ്യും. അങ്ങനെ നമ്മൾ ജേംസിൽ നിന്ന് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ പഠിച്ചു. People who works in the sun for a long time become tanned. The covered part of body is usually fairer than the uncovered parts. This shows that clothes protect us from the heat of the sun. കണ്ടോ, നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെ നോക്കിക്കേ, നിങ്ങളുടെ കൈയുടെ ഷോൾഡർ ഭാഗവും താഴെ ഭാഗവും ഒന്ന് എടുത്ത് നോക്കിക്കേ, കൈയുടെ ഷോൾഡറും താഴെ ഭാഗവും ഒന്ന് എടുത്ത് നോക്കിക്കേ. ഈ ഡ്രസ്സ് ഇടുന്നിടം എങ്ങനെയുണ്ട്? നല്ല കളറല്ലേ? ഡ്രസ്സ് ഇല്ലാത്തതോ കൂടുതൽ ബ്ലാക്ക് ആണല്ലേ. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഡ്രസ് ഇടുമ്പോ ദാറ്റ് പ്രൊട്ടക്ട് us ഫ്രം ഹീറ്റ് അല്ലെ, ചൂടിൽ നിന്ന് നമ്മളെ ഈ ഡ്രസ് ഹെൽപ്പ് പ്രൊട്ടക്ട് ചെയ്യും. മനസ്സിലായില്ലേ? നമ്മുടെ കയ്യിൽ തന്നെ എടുത്ത് നോക്കിയാൽ അതിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ അധികം വെയിലത്ത് നമ്മുടെ വെയിലത്ത് പണിയുന്ന ആൾക്കാരെ കണ്ടാൽ അറിയാം അല്ലെ, അവർ തലയും ഫുൾ, നമ്മുടെ തൊഴിലുറപ്പിനെ പോകുന്ന നമ്മുടെ ആൾക്കാരെ നോക്കിക്കേ, അവർ ഫുൾ കൈ ഷർട്ടൊക്കെ ഇട്ടിട്ടാ പോവുക അല്ലേ. അത് സ്റ്റൈലും ഫാഷനും ആണോ? അല്ല. ദേ യൂസ് ലോങ് ഡ്രസ്സസ് ഫോർ പ്രൊട്ടക്ട് ദം ഫ്രം ഹീറ്റ്, യെസ്, ആൻഡ് ജേംസ് ഓൾസോ. During winter, we wear clothes that protect us from cold. തണുപ്പ് കാലം നമുക്കൊക്കെ കംപ്ലീറ്റ് ഉടുപ്പുണ്ടോ? പൊതുവെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഉടുപ്പ് കുറവാണ് അല്ലെ, നമ്മൾ കേരളീയസിൽ കംപ്ലീറ്റ് ഉടുപ്പ് കുറവ്. സാമുവൽ, ഷാൽവിൻ, ജിമ്മി, ജോമൽ ആൻഡ് ജുവൽ, നിങ്ങള് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ക്ലോത്ത് പ്രൊട്ടക്ട് us from then during winter we wear warm clothes that protect us from cold. തണുപ്പിൽ നിന്ന് ഇപ്പൊ നമ്മൾ കമ്പിളിപ്പോച്ചൊക്കെ ഉപയോഗിച്ചില്ല കിടന്നുറങ്ങുന്നേ, തണുപ്പ് കമ്പിളിപ്പുതപ്പ് ഉപയോഗിക്കുന്നില്ലേ? ഉണ്ടല്ലേ. കുറച്ചുകൂടെ ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ഏപ്രിലൊക്കെ ആയി കഴിയുമ്പോഴത്തെ അവസ്ഥ എന്താ? കമ്പിളിപ്പുതപ്പ് തൊടാൻ പറ്റുമോ? ജോഷൻ ടൈറ്റസേ, ജോഷൻ അവിടെ എന്തൊക്കെയോ ഡാൻസ് കളിക്കുന്നുണ്ട്. ജോഹാന ഇപ്പോൾ വന്നതേ ഉള്ളോ? ജോഹാന ബിജു, ഓക്കെ. അപ്പൊ നമ്മൾക്ക് ചെറിയ മാറ്റം ഉണ്ടല്ലേ. നമ്മൾ കമ്പിളി പുതപ്പ് മുളച്ച് കിടക്കും, തണുപ്പുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കോട്ടൺ ഡ്രസ്സല്ലേ, പിന്നെ പുതപ്പും വേണ്ടി വരത്തില്ല അല്ലേ ചൂടുകാലത്ത്. When we go into the rain, we wear raincoats. അത് നമുക്കറിയാം അല്ലേ. പ്രത്യേകിച്ച് നമ്മൾ സ്കൂട്ടി യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റെയിൻകോട്ട്സ് ഉപയോഗിക്കും. They are made of waterproof material. എന്താ വാട്ടർപ്രൂഫ് മെറ്റീരിയൽ? എന്തിനാ റെയിൻകോട്ട്സ്? അത് വെള്ളം ഉള്ളിലേക്ക് കയറ്റി വിടത്തില്ല, അതാണ് വാട്ടർപ്രൂഫ് മെറ്റീരിയൽസ്. ആവണി മഹേഷിന്റെ കയ്യിൽ എന്താ ഉള്ളേ? കൈ കൊണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ടല്ലോ ആവണി. ഓക്കെ, then protect us from rain. അപ്പം വെള്ളം ഉള്ളിൽ കടത്തിവിടാത്ത മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ റെയിൻകോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. If we wear long sleeved clothes at night, we can protect
ourselves from mosquito bites. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ലേ? ഫുള്ള് കവറുള്ള ഡ്രസ്സ്, ലോങ് കൈക്കെല്ലാം ഇറക്കമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ, അല്ല പാൻറ്റൊക്കെ ഇട്ട് കിടക്കുകയാണെങ്കിൽ മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. കൊതുക് കടിയിൽ നിന്ന്, സിമ്പിളി പറഞ്ഞാൽ കൊതുക് കടിയിൽ നിന്ന് രക്ഷപ്പെടാം. ഇപ്പൊ നല്ല കൊതുകുണ്ടോ? കൊതുകിന്റെ സീസൺ കുറഞ്ഞു തോന്നുന്നല്ലേ? കൊതുക് കുറവാണ് തോന്നുന്നു. ഓക്കെ. ക്ലോസ് therefore protect us from insect bite too. കണ്ടോ ക്ലോസിന്റെ ഉപയോഗം കണ്ടോ? ഇൻസെക്ട് ബൈറ്റിൽ നിന്നും കൂടെ നമ്മളെ സംരക്ഷിക്കും. മെറ്റീരിയൽ ഫോർ ക്ലോസ്. മെറ്റീരിയൽ ഫോർ ക്ലോസ്. ക്ലോസ് ക്യാൻ ബി മെയ്ഡ് ഫ്രം നാച്ചുറൽ ഓർ സിന്തറ്റിക് മെറ്റീരിയൽസ്. കണ്ടോ? അല്ലേ ഷഹ്മാവി? ഷഹ്മാവി എന്നോട് ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണോ അതോ വീട്ടിലുള്ളവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? ക്ലാസ്സിൽ കയറുന്ന മുമ്പ് വരെ വീട്ടുകാരോട് സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? ക്ലാസ്സിൽ കയറിയ മിസ് പറയുന്നത് ശ്രദ്ധിക്കേ. ഓക്കെ. സോ ക്ലോത്ത് ക്യാൻ ബി മെയ്ഡ് ഫ്രം നാച്ചുറൽ ആൻഡ് സിന്തറ്റിക് മെറ്റീരിയൽ. പ്രകൃതിയിൽ നിന്നും കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ക്ലോത്ത് ഉണ്ടാക്കാം. കൂടാതെ കൃത്രിമമായിട്ടുണ്ടാക്കിയ വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രസ്സ് ഉണ്ടാക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ കയ്യിലുണ്ട് ഈ വസ്തുക്കളെ തന്നെ, നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. First one, natural fibers. Natural fibers are made from parts of plants or animals. കണ്ടോ? Natural fibers are made from plants or animals. എന്താണ്? പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നുമാണ് നാച്ചുറൽ ഫൈബേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. We got fibers like cotton, jute and linen from plants. അപ്പൊ എന്തൊക്കെയാ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്? കോട്ടൺ. കോട്ടൺ ചെടി കണ്ടിട്ടുണ്ടോ മക്കളെ? നല്ല ഹൈറ്റ്, വലിയ മരമൊന്നുമല്ല, ബുഷും അല്ല, ആ ടൈപ്പാണ്. അതിന്റെ ഫ്ലവർ ഇങ്ങനെ നിൽക്കും. ആ ഫ്ലവർ നിങ്ങൾക്ക് പിന്നെ നെറ്റിൽ അടിച്ചിട്ട് വന്ന് നോക്കിയാൽ മതി കേട്ടോ. കോട്ടൺ ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, അത്ര ഭംഗിയായിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ കോട്ടൺ. ജൂട്ട്. ജൂട്ട് മീൻസ് ചാണം, നമ്മുടെ ഇവിടെ ചാണം. ആൻഡ് ലിനൻ ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. We got fibers like wool and silk and fur from animals. നമ്മുടെ ചെമ്മരിയാട്, ഷീപ്പിന്റെ, അതുപോലെ സിൽക്ക് വേം, ഓക്കെ, അതുപോലെ ഫർ, നമ്മുടെ രോമക്കുപ്പായം ഉണ്ടാക്കാൻ വേണ്ടി ആനിമൽസിന്റെ ഫർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ? wool and silks are natural fibers obtained from animals. Next is synthetic fibers. Next is synthetic fibers. മരിയ ആളെ കാണുന്നില്ലല്ലോ, അവിടെ പോയി? വീഡിയോ മരിയാന്ന് മാത്രമാണ് കാണുന്നത്. ഓക്കെ, ഇനി only 9 minutes left for us. Okay, synthetic fibers. Synthetic fibers like nylon, rayon and polyester are not found in nature. കണ്ടോ? എന്തൊക്കെയാണ് സിന്തറ്റിക് ഫൈബർ? നിങ്ങളില്ലേ നൈലോൺ ഡ്രസ്സും റയോൺ ഡ്രസ്സും പോളിസ്റ്ററും ഒക്കെ ഇല്ലേ? നമുക്കുള്ള അധികം പോളിസ്റ്റർ ആണ് അല്ലേ? പോളിസ്റ്റർ ഡ്രസ്സ് അത് പ്രകൃതിയിൽ കാണുന്നതല്ല, ആർട്ടിഫിഷ്യലി മനുഷ്യന്മാരുണ്ടാക്കുന്നതാണ്. മനുഷ്യന്മാര് സാമുവലിന്റെ വീഡിയോ ഇതിൽ ഓണായില്ലല്ലോ. Synthetic fibers like nylon, rayon and polyester are not found in nature. They are prepared artificially and are called man-made fabrics. നമ്മൾ man-made thingsനെ കുറിച്ച് കുറെ പഠിച്ചിട്ടുണ്ട് നേരത്തെ. നാച്ചുറൽ തിങ്സും man-made things ആണല്ലേ? മുഹമ്മദ് കേസ് turn on your video. They are prepared artificially and are called man-made things, fabrics. These fabrics are stretchable, waterproof and wrinkle free. എന്താണ് ഇതിന്റെ പ്രത്യേകത? These fabrics are stretchable. വലിച്ചു നീട്ടാൻ കുറച്ച് വലിയുന്നവയാണ്. വാട്ടർ പ്രൂഫ് ആണ്, വെള്ളം ഉള്ളിൽ കയറാത്തവയാണ്. and wrinkle free. എന്താ wrinkle എന്ന് പറഞ്ഞാല് നമ്മൾ കോട്ടൺ തുണിയൊക്കെ പിടിച്ച് ഇങ്ങനെ ചുണ്ടു കൂടി പോകും അല്ലേ? മുഹമ്മദ് കേസ്, സിദ്ധാർത്ഥ കൃഷ്ണ വീഡിയോ, സാമുവൽ. Okay, then these fabrics are stretchable, waterproof and wrinkle free. They dry very quickly. പെട്ടെന്ന് ഉണങ്ങി കിട്ടും അല്ലേ? Synthetic fibers are non-porous. എന്താ മക്കളെ non-porous means എന്താണ്?
Porous, what is meant by porous? Something that does not allow water or air to pass through it. വെള്ളത്തെയോ വായുവിനെയോ കടന്ന് പാസ് ചെയ്യാൻ സമ്മതിക്കാത്തവരാണ് പോറസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ഇന്ന് ഇത്രയും മതി അല്ലേ? നമ്മുടെ ഫസ്റ്റ് പീരീഡ് സ്റ്റാഫ് മീറ്റിംഗ് ആയതുകൊണ്ട് മാറ്റി വെച്ചാണ് കേട്ടോ. സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. എന്നാൽ തിങ്കളാഴ്ച മക്കൾ സ്കൂളിലോട്ട് വരുമല്ലേ? അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സിന്റെ മീറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ എന്താ ഷഹമ, ഇങ്ങനെയാണോ ക്ലാസ്സിൽ ഇരിക്കുന്നേ? ക്ലാസ് ഓൺലൈൻ ക്ലാസ് ആണ്, നിങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നതെന്നറിയാം. പക്ഷെ ഒരു ക്ലാസ്സിൽ ഇരുന്ന സ്റ്റാൻഡേർഡോട് പെരുമാറണം കേട്ടല്ലോ. സിദ്ധാന്തം ഇത് വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. ഓക്കെ, ദെൻ ആരാണ് വായിക്കുന്നത്? അലൻ മാത്യു. യെസ്, ഗുഡ്. അൺമ്യൂട്ട് ചെയ്യാം. അലൻ മാത്യു പോയോ? ഇവിടെ പോയടാ അലൻ മാത്യു. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മക്കളെ, എന്നിട്ട് വായിക്കാം. The right clothes to wear. Long ago, when humans lived in caves, they used animal skin, leaves, and the bark of trees to cover themselves. Gradually, they learned the art of weaving and stitching clothes. These days we wear different types of clothes. We need clothes all the time. Clothes for home, clothes for school, clothes for play, clothes for a party, and clothes for sleeping in. We need clothes for different seasons. Clothes are as important to us as a house. വെരി ഗുഡ്. നല്ല മോനാട്ടോ, നന്നായി വായിച്ചിട്ടുണ്ട്. ഓക്കെ, നല്ല മുട്ടിപ്പൊട്ടനാണ്. ഇനി ആരാണ്? നിഹാര. ഓക്കെ, വെയിറ്റ്, അൺമ്യൂട്ട് തരാം. അൺമ്യൂട്ട് ചെയ്ത നിഹാര. എവിടെ പോയി നിഹാര? ക്ലിയർ അല്ല, സൗണ്ട് ക്ലിയർ അല്ല. നിഹാര, സൗണ്ട് ക്ലിയർ അല്ല. ഇല്ലല്ല മകളെ, വോയിസ് കേൾക്കണില്ല. നിഹാര, മോൾ മ്യൂട്ട് ആയിട്ടുള്ളത്, അൺമ്യൂട്ട് ചെയ്തൊന്നും കൂടെ. നിഹാര പോയോ? എന്താ മിസ്, റിലുവിന് എന്ത് പറ്റി? എന്താ മിസ്സിന്? റിലു, what happened? 1 second Nihara, 1 second. Yes, റിലു. മിസ്സേ, നാച്ചുറൽ ഫൈബർ അത് എനിക്ക് മനസ്സിലായിട്ടില്ല മിസ്സേ. ഓക്കെ, നാച്ചുറൽ ഫൈബർ മനസ്സിലായല്ലോ. നാച്ചുറൽ എന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ആനിമൽ സ്കിന്ന്, അല്ലെങ്കിൽ എന്താണ് എക്സാമ്പിള്? കോട്ടൺ എന്നൊക്കെ പറഞ്ഞ ചെടിയിൽ നിന്നാ, പ്ലാന്റിൽ നിന്നാ കിട്ടുന്നത്. പ്ലാന്റിൽ നിന്നും ആനിമൽസിൽ നിന്നും എടുക്കുന്ന ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഡ്രസ്സ് ഉണ്ടാക്കുന്നതാണ് നാച്ചുറൽ. മറ്റേതൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലായി ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. നിഹാര, കണ്ടിന്യൂ.
നിത ഇല്ലേ? നിഹാരയുണ്ട്. എന്താ ജുവലും ജോമലും മിസ്സേന്ന് വിളിക്കുന്നേ? അവിടെ പോയി. Okay, that's good. That's enough. That's enough. Okay, good. Then tata. Bye. See you. മോനെ ഇനി ആകെ 2 മിനിറ്റ് കൂടെ ബാക്കിയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്കൂളിൽ വന്നിട്ട് കാണാം അല്ലേ? അല്ലേ? അടുത്ത ആഴ്ച മക്കളെല്ലാരും ഇനി വരുന്നില്ലേ? വരുന്നുണ്ടോ? ആ, നമുക്ക് സ്കൂളിൽ വന്നിട്ട് കാണാം കേട്ടോ. അതിനു മുമ്പ് വരുമ്പോ എന്ത് ചെയ്യണം?